ലഡാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സെപ്റ്റംബർ 10 മുതൽ തുടങ്ങിയ സെപ്റ്റംബർ 24 മുതൽ വലിയ പ്രക്ഷോഭം നടക്കുന്നത്. പ്രക്ഷോഭത്തിന് 4 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. അതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒന്ന് സംസ്ഥാന പദവിക്ക് വേണ്ടിയുള്ള, രണ്ടാമത് 6th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രൈബൽ ഏരിയ എന്നുള്ള പ്രൊട്ടക്ഷൻ, 3 തൊഴിലില്ലായ്മയുടെ അവിടെ വർദ്ധിച്ചു വരുന്ന വലിയ തോതിൽ നമുക്കറിയാലോ, വലിയ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. ആ നിലയിൽ അവർക്ക് തൊഴിലില്ലായ്മ വലിയ തോതിലുണ്ട്. അവർ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ളത്. 4ാമതായിട്ട് അവർക്ക് 2 ലോക്സഭാ സീറ്റും, കാർഗിൽ നിന്നും ലേയിൽ നിന്നും ലോക്സഭാ സീറ്റും. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ ഭാഗമായി നിന്ന് ഇന്ത്യയുടെ സംസ്ഥാന പദവി ആഗ്രഹിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. എന്ന് വെച്ചാൽ വിഘടനവാദത്തിൻ്റെ ഒരു കാര്യം അവർക്കെതിരെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ സമാധാനപരമായി നടന്ന സമരമാണ്. ഈ പോലീസ് അതിക്രമങ്ങളിലൂടെ അത് വളരെ രൂക്ഷമായ പ്രൊട്ടസ്റ്റ് പറയുമ്പോൾ അപ്പോൾ പോലീസിൻ്റെ ഒരു നിർദാക്ഷിണ്യമായ ഇടപെടലിനെ തുടർന്നാണ് സമരത്തിനൊരു സ്വഭാവം. മാത്രമല്ല പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നേപ്പാളിൽ നടന്നാലും അത് ഒരു അസ്വസ്ഥത നമ്മുടെ സമൂഹത്തിൽ യുവാക്കളുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാനാണ് ഭരണകൂടം, അല്ലാതെ അടിച്ചമർത്തലുണ്ട്. ഭരണകൂടം അത് ഏത് സർക്കാരിൻ്റെയും, അത് എവിടത്തെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥ പടരുന്നത്, ആ അസ്വസ്ഥത വ്യാപകമാകാതിരിക്കാനാണ് പ്രാഥമികം ശ്രമിക്കേണ്ടത്. ഈ അസ്വസ്ഥതയ്ക്ക് കാരണം വലിയ തോതിൽ അവരുടെ ഐഡൻറ്റിറ്റി മേലുള്ള ആക്രമണം. 2, അവരാഗ്രഹിക്കുന്ന തൊഴിലോ ആഗ്രഹിക്കുന്ന ജീവിത വ്യവസ്ഥകളോ അവർക്ക് സാധ്യമല്ലാത്തൊരു ഘട്ടം. ഇങ്ങനെ വലിയൊരു നിരാശയാണ് പല ഘട്ടങ്ങളിലും ജെൻസി, അതായത് എല്ലാ കാലത്തും യുവതലമുറയാണ് പ്രൊട്ടസ്റ്റ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ എപ്പോഴും നോക്കിയാലും യുവതലമുറയുടെ പ്രൊട്ടസ്റ്റ് എല്ലാ കാലത്തും 60കളിലും വിയറ്റ്നാം കാലത്തും 70കളിലൊക്കെ തന്നെ സമരം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അത്തരമൊരു സമരത്തിന് സാധ്യത. അപ്പോൾ സമാധാനപര അത്തരം ജനാധിപത്യ സമരം നടത്തുന്ന അവകാശത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ ആക്ടിവിസ്റ്റും എല്ലാവർക്കും അറിയുന്ന സോനം വാങ്ചുക്. അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനമുള്ള ഒരാളാണ്. ആ മേഖലയിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ്, വലിയ ജനസ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ പക്ഷേ അദ്ദേഹം അറബ് സ്പ്രിംഗ് വാതിൽ സമരം ചെയ്യുന്നു, ഭരണകൂടത്തെ ടോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഭരണകൂടം തട്ടിപ്പറിക്കാൻ തുടങ്ങി എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ എന്തായാലും ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ നിന്നുള്ള ഒരു വിഭാഗത്തെ ആൾക്കാരെ അവിടെ നിന്ന് ചില ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. കാര്യത്തിലെ ബോഡിയോടും അതുപോലെ തന്നെ കാർഗിൽ അവരുടെ സംഘടനയോടും സംസാരിക്കാൻ ഒരു പരിശ്രമം നടത്തിയിട്ടറിയാം. അതൊക്കെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നത്, അത് വ്യാപിക്കാനും പടരാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ഈ പ്രശ്നം സംസ്ഥാന പദവി എന്ന് നമ്മളിതിൻ്റെ ഒരു വേറെ കാര്യത്തിലേക്കും, തെലങ്കാനയിലും ഈ തെലങ്കാന സംസ്ഥാന പദവിയും ഒസ്മാനിയ സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ച ചരിത്രമുണ്ട്. കാര്യം അതിലും വലിയ തോതിൽ യുവാക്കൾ പങ്കെടുത്താണ്. അത് എല്ലാ കാലത്തും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സമരത്തിലെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ദാമോദർ പ്രസാദ്, ഈ ലഡാക്കിലെ ബുദ്ധിസ്റ്റ് അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അതായത് 50 വർഷമുള്ള ആയിട്ടുള്ള ആവശ്യം എന്താണ്? അവരെ കശ്മീരിൽ നിന്ന് മാറ്റണം, ഞങ്ങൾക്ക് ആ സംസ്ഥാനത്ത് നിൽക്കണ്ട, പകരം ഞങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ആവശ്യമാണ് മോദി സർക്കാർ നടപ്പാക്കിയത്. അപ്പോൾ അവർക്ക് പറയുന്നു ഞങ്ങൾക്ക് അത് വേണ്ട, സംസ്ഥാനം മതിയെന്ന്. ഇങ്ങനെയുണ്ടോ ഒരാവശ്യം? അങ്ങനെയല്ല. നമ്മൾ 2019 ഈ പ്രശ്നം പാർലമെൻറ്റിൽ നിങ്ങൾക്ക് അവിടുത്തെ മെമ്പർ മോഡി സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഈ ഒരു അവിടുത്തെ ഐഡൻറ്റിറ്റിയെ ബന്ധപ്പെട്ട് അവർക്ക് ട്രൈബൽ എന്നുള്ള പ്രൊട്ടക്ഷൻ, അവർക്ക് സംസ്ഥാന പദവിയും അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ ഓരോ ഘട്ടത്തിലാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക. കാര്യം ഓരോ ബെഞ്ച് മാർക്കുകൾ വരും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, സെക്യൂരിറ്റി പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മേഖലയും കൂടിയാണ്. അതുകൊണ്ട് സംസ്ഥാന പദവി ആഗ്രഹിക്കുക എന്നുള്ള സംസ്ഥാന പദവിയെ ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് അവരുടെ മുമ്പിൽ ആ ലക്ഷ്യം ഉണ്ടാവും. അതിനെ പ്രായോഗികമായിട്ട് എന്ന് നടപ്പാക്കാൻ പറ്റും. അവർ ചർച്ച ചെയ്ത ആ പ്രശ്നങ്ങളിലേക്ക് അതിനവർക്ക് അനുകൂലമായി ഇവിടെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിമുഖമാണ് ഈ പ്രശ്നത്തോട് അടച്ച സമീപനം? എന്തായാലും ഇതുവരെ കേന്ദ്ര പറ്റില്ല എന്ന് പറഞ്ഞത് നിഷേധാത്മക സമീപനം എന്ന നിലയിൽ പറ്റില്ലാതെ പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടി തുറന്ന സമീപനം നടത്തിക്കൊണ്ട് ഇതെങ്ങനെ സാധ്യമാക്കുന്ന പ്രായോഗികമായ വഴിയാണെന്നും അതിന് പകരം ഇത് കോൺഗ്രസ് ഇളക്കിവിട്ട സമരമാണെന്നും ആ രീതിയിൽ സോനം വാങ്ചുവിന് രാജ്യദ്രോഹ ആരോപണം, പതിവ് ശൈലിയുള്ള ആരോപണങ്ങൾ, അതായത് രാജ്യദ്രോഹം, ദേശദ്രോഹം തുടങ്ങിയ സ്ഥിരം പല്ലവിയിൽ സമീപിക്കാൻ തുടങ്ങിയാൽ ഇത് ഒരു എല്ലാ സ്ഥലത്തും പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിന് പകരം എന്താണ് പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കത്യം എന്തുകൊണ്ടങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് അസ്വസ്ഥത? മാത്രമല്ല ഇതിനകത്ത് ഈ പ്രശ്നം കൂടി കാണണം. ഈ ജെൻസി എന്ന് വിളിക്കുന്ന സമരം, ഇതിപ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ കൂടി ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. കാര്യം അവിടെ വർദ്ധിച്ച തോതിലുള്ള തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മയും ജീവിത അസ്ഥിരതയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മളിൽ നിന്ന് എപ്പോഴും എന്തൊക്കെ തന്നെ വിദൂരത്താണത്. കാശ്മീരിനേക്കാളും കാശ്മീർ പ്രശ്നം ഒരു ദൈനംദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. പക്ഷേ ലഡാക്കിലെ സജീവ പ്രശ്നം ദൈനംദിന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു അജ്ഞത എപ്പോഴും നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഏറെക്കുറെ ഇംഗ്ലീഷാണ്. എന്തായാലും ഈ പ്രശ്നത്തെ നേരിട്ട രീതിയെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും, ദേശീയ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും സമാധാന ചർച്ച പരിഹരിക്കാനും തന്നെയാണ് മിക്കവാറും എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി.